എക്സ്ക്യൂസ് മീ മാഡം. യെസ്. അസീരയും മെത്തയുടെ പരിപാടിയൊക്കെ ആണെങ്കിൽ ഇവിടെ വേണ്ട, ഇഷ്ടംപോലെ അകത്തുണ്ട്. അയ്യോ മാഡം, അതിന്റെ ഒന്നും അല്ല. ആ ചില്ലറ ഡീലിങ്സ് ഒന്നല്ല. നമ്മൾ ജ്വല്ലറി എന്നാണ് വന്നത്, ഋഷ്യശൃംഗം ജ്വല്ലറി. ആഹാ, അവിടെ നിന്നാണോ? എന്നാ പിന്നെ വന്നതല്ല നിൽക്കാതെ നിന്ന അകത്തേക്ക് കയറി ഇരിക്കേ. മാഡം, ഇവിടെ ഒരു കല്യാണം ഉണ്ടെന്ന് അറിഞ്ഞായിരുന്നു. അതിനോട് 2 മണിക്കൂർ പെണ്ണ് കണ്ടിട്ട് പോയല്ലേ ഉള്ളൂ. നിങ്ങൾ എങ്ങനെ അറിഞ്ഞു ഇവിടെ കല്യാണം ഉണ്ടെന്ന്? അതാണ് ഞങ്ങൾ ഋഷ്യശൃംഗം ജ്വല്ലറി. നിങ്ങൾ കായെന്ന് ആലോചിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കും. ശരി, നിങ്ങൾ എന്തായാലും വന്നതല്ലേ, എത്ര രൂപയ്ക്ക് നിങ്ങൾ ഗോൾഡ് തരും? അയ്യോ മാഡം, ഇത് നമ്മൾ ഗോൾഡ് കടത്തുന്നതല്ലോ, ഗോൾഡ് എടുക്കുന്നതല്ലേ. അപ്പൊ നമ്മൾ പവൻ അനുസരിച്ചാണ് എമൗണ്ട് വരുന്നത്. ശരി, എന്നാ പവൻ എത്ര രൂപയായിപ്പോ? മാഡം, ഇപ്പോൾ പവൻ 56,000 രൂപയായിട്ടുണ്ട്. ഞാനൊരു ഡീല് പറയാം. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, പവൻ ഒരു 50,000 രൂപയ്ക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. മാഡം, ഇത് എന്റെ സ്വർണ്ണക്കനിയിൽ നിന്ന് ഞാൻ ഉത്പാദിപ്പിച്ചെടുക്കുന്ന സ്വർണ്ണം അല്ലേ ഇത്. എന്നാ പിന്നെ നിങ്ങളുടെ സ്വർണ്ണം ഇവിടെ വേണ്ട. ഒരു ഓഫർ പോലും തരാൻ വയ്യെന്ന് വെച്ചാൽ? ഞങ്ങൾ ഓഫർ തരുന്നുണ്ട്. നിങ്ങൾ എത്ര സ്വർണ്ണം എടുക്കുന്നുണ്ടോ നമ്മൾ അതിനനുസരിച്ച് ഗിഫ്റ്റ് തരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്താ ഗിഫ്റ്റ് നോക്കാം. എന്തായാലും വലിയ ജ്വല്ലറിക്കാരൊക്കെ അല്ലേ. അയ്യേ, ഇതൊക്കെയാണോ? ഇതെന്താ ഇവിടെ ഇല്ലാത്ത സാധനോ? ഏതാണോ ഇവിടെ ഓഫർ എന്ന് പറഞ്ഞു വന്നത്? എന്തായാലും അവർക്ക് ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടാണ്. ഒരു ജ്വല്ലറിക്കാർ ഇതുപോലത്തെ ഗിഫ്റ്റ് കൊടുത്താണില്ല. അടിപൊളി. അതൊരു ഓർഡർ സെറ്റ്.